ഗുഡ് മോർണിംഗ് ഗംഗാനദി. അപ്പോൾ വെൽക്കം ടു ഡേ 2 ഓഫ് വാരണാസി ബ്ലോഗ്. കൃത്യം രാവിലെ 6 മണിക്ക് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ബോട്ട് പിടിക്കാൻ വേണ്ടി. സൺറൈസ് കാണാമല്ലോ നമുക്ക്. നിങ്ങളിത് ഇപ്പോൾ കാണുന്നതാണ് ടിപ്പിക്കൽ വാരണാസി സ്ട്രീറ്റ്സ്. തീരെ വൃത്തിയില്ല, വൃത്തിശൂന്യമായ സ്ട്രീറ്റുകൾ. ഇവിടെ അടിച്ചു വാരുന്ന പരിപാടിയില്ലെന്ന് തോന്നുന്നു. എങ്ങോട്ട് നോക്കിയാലും വേസ്റ്റ് കുമ്പാരങ്ങളും അതിന് ചുറ്റും കുറേ തെരുവ് പട്ടികളും, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ബട്ട് സ്റ്റിൽ ചുമരുമ്മേലൊക്കെ ഓരോ പെയിന്റിങ്സ് വരെ വരച്ചു വെച്ചിട്ടുണ്ട്. കുതിര ഓടിക്കുന്ന രാജാക്കന്മാരൊക്കെ ചിത്രമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അസീഗഡിലെത്തി ഒരു ബോട്ട് തപ്പാൻ തുടങ്ങി. തപ്പാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ലെന്ന്, ഒരുപാട് ബോട്ടുകാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഡീൽ അങ്ങ് സെറ്റ് ചെയ്ത്. പക്ഷേ ആദ്യം വന്ന ബോട്ടുകാർ വീണ്ടും കത്തിവെപ്പ് തന്നെ. 1500 രൂപ. 1500 ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ദേവദ്വാലിക്ക് പോകത്തില്ലായിരുന്നു. അവന്മാരുടെയൊക്കെ അപ്പം തന്നെ പോകാൻ പറഞ്ഞു. പിന്നെ ഭ്രാന്തല്ലേ 1500 രൂപയ്ക്ക് ബോട്ടിൽ പോകാൻ. അങ്ങനെയാണ് നേരത്തെ പൊക്കൂടായിരുന്നു. നമ്മളെങ്ങനെയും റേറ്റ് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാണ് 2 ദിവസം വെയിറ്റ് ചെയ്ത്. അങ്ങനെ പല പല ബോട്ടുകാരോട് കുറച്ച് നേരത്തെ നെഗോസിയേഷന് ശേഷം നമുക്ക് നല്ലൊരു ഡീൽ കിട്ടി. ജസ്റ്റ് 200 റുപ്പീസ്. അതും അസിഗട്ടിൽ തുടങ്ങി ഏറ്റവും അറ്റത്തെ കെട്ട് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള 84ാമത്തെ കെട്ട് നമോഘട്ട് വരെ കൊണ്ടുവിടും. പോരാത്തതിന് 15 മിനിറ്റ് നമുക്ക് അവിടെ റോമിംഗ് ടൈം ഉണ്ട്. അതിനുശേഷം അവർ തിരിച്ച് അസിഘട്ടത്തിൽ തന്നെ കൊണ്ടുവിടും. അപ്പോൾ നമുക്ക് റൂമിൻ്റെ അപ്പുറത്തൊന്നും പോകുന്നില്ല. ഒരു ഏകദേശം 2 മണിക്കൂറിൻ്റെ പ്ലാൻ. സ്പോട്ടിൽ തന്നെ ബോട്ട് ചാടി കയറി, പൈസയൊന്നും കൊടുക്കാനില്ല. ഈ 84 ഘട്ടം ഓൾറെഡി നടന്ന് കവർ ചെയ്താണ് 7 കിലോമീറ്റർ. അതുപോലെ നമുക്ക് വീണ്ടും ബോട്ടിലൊന്ന് കവർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഗംഗയിലൂടെയാണ് ബോട്ടിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റടി കാണുമ്പോൾ 84 കാണുന്നത്. നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് അസിഘട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള നമോഘാട്ട് വരെ പോകണം. അപ്പോൾ അതാണ് കംപ്ലീറ്റ് വാരണാസിയിലെ ഘാട്ടുകളുടെ എണ്ണം. അപ്പോൾ നമ്മളെ അവിടുന്ന് നമ്മുടെ ബോട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമോഘാട്ട് വരെ പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ 15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചു വരും. അതാണ് നമുക്ക് 200 ലൊക്കേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സൂര്യൻ പയ്യെ പരപരാവിടെ സൂര്യനെ കാണാം. ഇതാണ് സൂര്യൻ. ഇതാണ് നമ്മുടെ കപ്പിത്താൻ. ഒരു വാഴയ്ക്ക് പറയാത്തൊരു കപ്പിത്താൻ. ആളോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആൾ ഇത്രയും നാൾ ഇവിടെ കിടന്ന് തുഴയെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പെർഫെക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ പയ്യെ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റായിട്ട് സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടല്ലേ. സൂര്യൻ ഇങ്ങനെ ഒരു ഓറഞ്ച് പൊട്ടായിട്ട് ദൂരെ കാണാം. അതുപോലെ സൂര്യൻ്റെ ഒരു ഓറഞ്ച് കളറിൻ്റെ ഒരു പ്രഭാവം ഉള്ളത് ആകാശത്ത് മൊത്തത്തിൽ നമുക്ക് കാണാൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ദശാശ്വമേധ് ഘാട്ടിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അതായത് വൈകുന്നേര സമയങ്ങളിൽ ഗംഗാരതി നടക്കുന്ന ഘാട്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം. ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ഭക്തന്മാർ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി മാത്രം വാരണാസി വരുന്നതുണ്ട്. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ഒടുക്കത്തെ ആ ക്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാനൊന്നുമില്ല. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അലംഗീർ മസ്ജിദ് ഉള്ളത്. അതായത് ഒരു മുസ്ലിം പള്ളി. നമ്മൾ അതിൻ്റെ അവിടെ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. ദശാശ്വമേധ് ഘട്ടാണ് ഈ 84 ഘട്ട്, അതായത് 7 കിലോമീറ്റർ ദൂരമുള്ള ഘാട്ടുകളുടെ ഒരു സെൻട്രൽ പോയിന്റ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ പകുതി ദൂരം കഴിഞ്ഞു. നമ്മൾ ബോട്ട് യാത്ര പോകുമ്പോൾ തന്നെ വേറെ ഒരുപാട് ബോട്ടുകൾ ഗംഗയിൽ കൂടെ പോകുന്നുണ്ട്. ദേവ്ദ്വാലി ടൈം ആയതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് ടൂറിസ്റ്റ് ഈ സമയത്തൂടെ ഉണ്ട്. ഈ ഗോൾഡൻ അവറിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കിടിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഒരു ഫീൽ ഗുഡ് സൺറൈസ് റൈഡ്. അതുപോലെ തന്നെ ഗംഗാനദിയിൽക്കൂടെയുള്ള ഈ ബോട്ട് റൈഡിലുള്ള മറ്റൊരു കിടിലൻ കാഴ്ചയാണ് ഈ പറവകൾ. കുറേ ആൾക്കാരൊക്കെ ബോട്ടിൽ തന്നെ ഇരുന്ന് ഈ പറവകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇതേ കാണാൻ ഒരു ചേച്ചി കൈനേരം അരിമണി എടുത്ത് ഗംഗയിലേക്ക് കയറി. അപ്പോൾ ഈ പക്ഷികളെല്ലാം കൂട്ടത്തോടെ ആകാശത്തേക്ക് പറക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവരുടെ കളകളാരം. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് നമോഘട്ടിലെത്തി. ഇത് നരേന്ദ്രമോദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് നമോ. എന്തായാലേ നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ ഒരു പവർ. പുള്ളിയുടെ സ്വന്തം പേരിലൊരു ഘാട്ടുണ്ട് വാരണാസി. ഭീമാകാരത്തിലുള്ള കൂപ്പി നിൽക്കുന്ന കൈയാണ് ഈ ഘാട്ടിൻ്റെ പ്രത്യേകത. അത് മൂപ്പറിന് തന്നെ കൈ കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി നടന്നു വന്നപ്പോൾ നമ്മൾ ഈ കൂപ്പയെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ വേറൊരു വൈബാണ്. സൂര്യൻ ഉദിച്ചു വന്ന ടൈമിൽ ആ ഗോൾഡൻ അവറിൽ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഡിവൈൻ ഫീലിംഗ് ആണ്. നമുക്കിവിടെ ഒരു 15 മിനിറ്റ് റോമിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ആളവിടെ ബോട്ടോടെ നിർത്തിയിട്ട് നമുക്ക് നമോഘട്ട് ഫുള്ള് കറങ്ങാൻ വേണ്ടിയുള്ള ടൈമാണ്. നല്ലൊരു സ്കീമാണല്ലേ ഇത്. അങ്ങനെ ഞാൻ ദീപക്കേട്ടനോടെ മേളിലോട്ടൊക്കെ പോയി നമോഘട്ടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ചുറ്റിക്കറങ്ങി. ഇവിടെ വേറെ ഒരുപാട് ടൂറിസ്റ്റുകൾ ബോട്ടിൽ തന്നെ നമോഘട്ട് ചുറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹിന്ദിക്കാർ പിള്ളേർ സെറ്റ് റീൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ക്യാമറമാനെ കിട്ടാത്തതുകൊണ്ട് അവർ എന്നെ വിളിച്ചു. അവസാനം ഞാൻ അവർക്ക് റീലൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വന്നായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ബോട്ടുകാരൻ പയ്യെ വണ്ടി തിരിച്ചിട്ടവിടെ നമ്മളെല്ലാവരും നമ്മോകട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി ബോട്ടിൽ കയറി. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു വേണമല്ലോ, ഓൾറെഡി സൺറൈസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഏകദേശം 3/4 മണിക്കൂർ എടുക്കും നമുക്ക് തിരിച്ച് അസീകട്ടി പോകാൻ വേണ്ടി. തിരിച്ച് റൂമിലെത്തിയിട്ട് വേണം ബാഗ് മുഴുവൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വെക്കേറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് ഇന്നും കൂടെ അവിടെ റൂമുള്ളൂ. 3 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് വൈകിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് മുസ്റ്റാച്ച് ഹോസ്റ്റലിലേക്ക് നമ്മളിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഘാട്ടുകളുള്ളതുകൊണ്ട് മിക്കതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ചില ഫേമസ് ഘാട്ടുകൾ മാത്രമേ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കുറേ ഘാട്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചാണ്, തൊട്ടടുത്തടുത്താണ് ഘാട്ടുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ കാണുന്ന ഘാട്ടിൻ്റെ പേരാണ് സ്കിൻഡിയ ഘാട്ട്. ആക്ച്വലി നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് വാരണാസിയുടെ ഒരു ഭൂപ്രകൃതി മനസ്സിലാവാൻ വേണ്ടി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഓരോ കോച്ചിനായിട്ട് ഒരു കോച്ച് പൊസിഷൻ ഉണ്ടല്ലോ, S1, S2, S3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ അസിഘട്ട് തൊട്ട് നമോഘട്ട് വരെ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൽ ഓരോ കോച്ച് പൊസിഷനായിട്ട് ഓരോ ഘാട്ടുകൾ, അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. ചില ഘാട്ടുകൾക്കൊക്കെ ഓരോ പ്രത്യേകത ഉണ്ട്. ഫോർ എക്സാമ്പിൾ അസിഘട്ടിൽ മോർണിംഗ് ഗംഗാരതി, ദശാശ്വമി തൊട്ട് ഈവനിങ് ഗംഗാരതി, മണികർണിഘട്ടും ഹരിചന്ദ്രഘട്ടും ക്രിമേഷന് വേണ്ടിയുള്ളത്, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ദേവ് ദിവാലി സമയത്ത് ഓരോ ഘാട്ടുകളിലും ഓരോ പരിപാടി സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേത്സിംഗ് ഘാട്ടിലാണ് ലേസർ ഷോ നടക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഈ കാണുന്നതാണ് പഞ്ചഗംഗ ഘാട്ട്. ഇതിൻ്റെ തീരത്ത് നിന്നാൽ തന്നെ നമുക്ക് ഒരു വലിയൊരു കൊട്ടാരം പോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാമല്ലോ ഈ വീഡിയോയ്ക്കകത്ത്. ഇവിടുന്ന് വളരെ അടുത്താണ് അസിഘട്ട്. അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് റൈഡ് ഏകദേശം കഴിയാറായി. ടോട്ടൽ ഒരു 2.5 മണിക്കൂറുള്ള കിട്ടലിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അറൗണ്ട് 6:15 ആയപ്പോഴായിരുന്നു അസിഘട്ടിൽ നിന്ന് ബോട്ടിൽ കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ നമോഘട്ടിൽ പോയി തിരിച്ചു വന്നു. ഇപ്പോൾ സമയം 8:30 ആവുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്ന ടൈം. അങ്ങനെ വീണ്ടും ഈ പക്ഷികളുടെ കൂട്ടത്തോടുള്ള പറക്കൽ കണ്ട് നമ്മൾ നമ്മുടെ ബോട്ട് റൈഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഇത് എൻജോയ് ചെയ്തോളൂ.